പെൺസന്തോഷവും സ്വപ്നങ്ങളും തെരുവിൽ 26 ദിവസമായി ചവിട്ടിയരക്കപ്പെട്ടപ്പോൾ വനിതാ ദിനാചരണത്തിന് എന്ത് പ്രസക്തി എന്ന് തോന്നുക സ്വാഭാവികം. ഇടതു സർക്കാരിന്റെ സ്ത്രീ സൗഹൃദ പൊള്ളത്തരത്തിന്റെ നേർചിത്രമാണ് വനിതാ ദിനത്തിലും തലസ്ഥാന നഗരിയിലെ കനത്ത ചൂടിലും അതിജീവനത്തിന് പോരാടുന്ന ആശാവർക്കർമാരുടേത്. കൊല്ലത്തെ ശീതീകരിച്ച സമ്മേളന ഹാളിൽ നവകേരളത്തെ കെട്ടിപ്പടുക്കാൻ വനിതകൾ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ചർച്ചയും സംവാദവും നടത്തുമ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾ പട്ടിണി സമരത്തിന് സമാന പോരാട്ട ഭൂമിയിലാണെന്നത് ദൗർഭാഗ്യകരമാണ്. സമൂഹത്തിലെ അതിദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനാണ് മുൻഗണനയെന്ന് CPM ഇനിയും ഊറ്റം കൊള്ളുന്നുവെങ്കിൽ ആദ്യം ഒത്തുതീർപ്പാക്കേണ്ടത് ആശാവർക്കർമാരുടെ സമരമാണ്. കേരളത്തിലേക്കാൾ വേതനം കുറവുള്ള സ്ത്രീകൾ രാജ്യത്ത് ദുരിത ജീവിതം നയിക്കുന്നുവെന്ന താരതമ്യ കണക്കിന് വനിതാ മന്ത്രി തന്നെ ആശ്വാസം കൊള്ളുന്നുവെന്നത് ആശ്ചര്യകരമാണ്. മന്ത്രിയുടെ നിലപാട് അപഹാസ്യമെന്നു മാത്രമല്ല സ്ത്രീവിരുദ്ധവുമാണ്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന ജീവിത നിലവാരത്തിൽ ജീവിക്കുന്ന കേരളത്തിലെ സമൂഹത്തിൽ 300-ൽ താഴെ രൂപ കൊണ്ട് കുടുംബത്തിന് എങ്ങനെ ഒരു ദിവസം കഴിയാനാകുമെന്ന് മന്ത്രി വ്യക്തമാക്കണം. PSC അംഗങ്ങൾക്ക് ഒരു ദിവസം 10,000 രൂപ കൊണ്ട് പോലും ജീവിക്കാൻ കഴിയുന്നില്ലെന്ന് വിലയിരുത്തി ശമ്പളം പരിഷ്കരിച്ച മന്ത്രിസഭയിലെ അംഗമാണ് ഈ പരിഹാസ വാക്കുകൾ പറയുന്നതും. ആശാവർക്കർമാർക്ക് 7,000 രൂപ കൊടുക്കുന്നു എന്ന സർക്കാരിന്റെ വീമ്പു പറച്ചിൽ പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. 2024 ഓഗസ്റ്റ് 2-ാം തീയതി ലോക്സഭയിൽ NK പ്രേമചന്ദ്രൻ MP ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടി ലോക്സഭാ വെബ്സൈറ്റിലുണ്ട്. സിക്കിമിൽ ആശാവർക്കർമാർക്ക് 10,000 രൂപ ഓണറേറിയം ലഭിക്കുന്നുണ്ടെന്നാണ് ആ രേഖ വ്യക്തമാക്കുന്നത്. കർണാടകയിൽ ആശാവർക്കർമാർ നടത്തിയ സമരത്തെ തുടർന്ന് 5,000 രൂപയിൽ നിന്നും 10,000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് കർണാടക സർക്കാരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ ആരോഗ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ കള്ളം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് സംസ്ഥാനത്തെ ആശാവർക്കർമാർ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സഹന സമരം ആരംഭിച്ചത്. ഓണറേറിയം 21,000 രൂപയാക്കുക, ഉപാധികൾ ഒഴിവാക്കുക, 5-ാം തീയതി തന്നെ ഓണറേറിയം നൽകുക, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ നൽകുക, പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കുടിശ്ശിക സർക്കാർ നൽകി. ഓണറേറിയം നൽകുന്നതിലെ ഉപാധികളിൽ ഇളവ് നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. എങ്കിലും പ്രധാന ആവശ്യങ്ങളോട് ഇപ്പോഴും സർക്കാർ മുഖം തിരിഞ്ഞാണ് നിൽക്കുന്നത്. അതിസാധാരണക്കാർ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾക്ക് പിന്നിലല്ലാതെ സമരസന്നദ്ധതയുടെ പുതുവഴികൾ തേടുന്നത് കേരളത്തിൽ കൂടി വരികയാണ്. ഇതിൽ ഒടുവിലത്തേത് കൂടിയാണ് ആശാവർക്കർമാരുടെ സമരം. അവകാശബോധത്തോടെ തൊഴിലാളികൾ സ്വയം സംഘടിതരാകുമ്പോൾ പിന്തുണയ്ക്കുകയെന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ധാർമ്മിക കടമയാണെങ്കിലും തങ്ങളിലൂടെയല്ലാതെ സമരത്തെ ആക്ഷേപിച്ചും പ്രതിസമരം നടത്തിയും അടിച്ചമർത്താനാണ് CPM-ഉം CITU-വും ശ്രമിച്ചത്. ഇതേ വൈരനിര്യാതന ബുദ്ധിയോടെ LDF സർക്കാരും സമരത്തെ നേരിട്ടുവെന്നതാണ് സങ്കടകരം. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരത്തോട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ജനാധിപത്യപരമല്ല എന്നതിൽ തർക്കമില്ല. നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ വരുന്ന ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്ന വാദമാണ് സംസ്ഥാന സർക്കാരും CPM-ഉം ഉയർത്തുന്നത്. UDF ഭരണകാലത്ത് ആശാ വർക്കർമാരുടെ ഓണറേറിയം 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചത് എളമരം കരീബാണ്. ഇതേ വ്യക്തിയാണ് ഇന്ന് സമരത്തെ ആക്ഷേപിക്കാൻ മുൻനിരയിലുള്ളത്. ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് BJP നേതാക്കൾ രംഗത്ത് വരുന്നതിൻ്റെ പൊള്ളത്തരങ്ങളും കേരളം തിരിച്ചറിയേണ്ടതുണ്ട്. കേന്ദ്ര പദ്ധതിക്ക് കീഴിൽ വരുന്നതാണ് ആശ അഥവാ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ഇവർക്കുള്ള കേന്ദ്ര വിഹിതം പ്രതിമാസം 3,000 രൂപയാണ്. ഇത് ഉയർത്താനുള്ള ഒരു നടപടിയും സ്വീകരിക്കാത്ത കേന്ദ്രം ഭരിക്കുന്ന BJP-യാണ് ഇവിടെ വേതനം ഉയർത്തണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാടൊട്ടുക്കും പ്രകടനം നടത്തുന്നത്. കേന്ദ്രവിഹിതം വർദ്ധിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം കേരളത്തിലേക്കാൾ കുറവാണെന്ന വസ്തുതയും കാണാതിരുന്നുകൂടാ. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 16-ന് ഗുജറാത്തിലെ ആശാവർക്കർമാരും അംഗനവാടി വർക്കേഴ്സും ഉൾപ്പെടെയുള്ള 5 ലക്ഷത്തോളം സ്ത്രീകളാണ് വേതന വർധന ആവശ്യപ്പെട്ട് പണിമുടക്കിയത്. ഗുജറാത്തിലെ ആശാവർക്കർമാരുടെ വേതനം പ്രതിമാസം 5,000 രൂപയാണ്. വേതന വർധനവിനായി ഒരു നീക്കവും ഗുജറാത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇവിടെ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ അപഹസിക്കുന്ന CPM നേതാക്കൾ ഗുജറാത്തിലെ ആശാവർക്കർമാരുടെ സമരത്തെയും കണ്ണു തുറന്നു കാണണം. ഇടതുപക്ഷ സംഘടനയുടെ
കൊടിയുടെ കരുത്തിലാണ് ഗുജറാത്തിൽ വേതന വർധന ആവശ്യപ്പെട്ട് സമരം നടത്തിയത്. ആശാവർക്കർമാരുടെ വേതനം കാലോചിതമായി പരിഷ്കരിക്കേണ്ടതാണ്. ഒപ്പം ഇപ്പോൾ നാമമാത്ര ശമ്പളത്തിന് ജോലി ചെയ്യുന്ന അംഗനവാടികളിലും മറ്റും പ്രവർത്തിക്കുന്ന എല്ലാ അടിസ്ഥാന തൊഴിൽ വിഭാഗങ്ങളുടെയും വേതനം ഉയർത്തുക എന്നതാണ് തൊഴിലാളി പാർട്ടി സർക്കാരിൻ്റെ കടമ. ഒറ്റ ദിവസത്തെ ആഘോഷത്തിനപ്പുറം ഈ വനിതാ ദിനാചരണ പ്രഖ്യാപനമായി സ്ത്രീ തൊഴിലാളി സമരങ്ങളോടുള്ള സർക്കാർ നിലപാട് തിരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായിരിക്കട്ടെ LDF സർക്കാരിൻ്റെ വനിതാ ദിനാചരണ സന്ദേശവും സമ്മാനവും.